നമസ്കാരം, ഞാൻ രാംനാഥ്. ഇന്ന് രണ്ട് വ്യത്യസ്തങ്ങളായ എന്നാൽ സമാനമായ പ്ലോട്ട് എലമെൻറ്റ്സ് ഉള്ള രണ്ട് പുസ്തകങ്ങളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് ഘനദായുടെ സാഹസങ്ങൾ, എഴുതിയിരിക്കുന്നത് പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ പ്രേമേന്ദ്ര മിത്ര. രണ്ടാമത്തേത് ബ്രിഗേഡിയർ കഥകൾ, എഴുതിയിരിക്കുന്നത് മലയാറ്റൂർ. മലയാറ്റൂർ എന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സാഹിത്യപരമായി അദ്ദേഹം ഉപയോഗിക്കുന്ന പേരാണ്. ഒന്നാമത്തെ പുസ്തകത്തെപ്പറ്റി നമുക്ക് പറയാം. പ്രേമേന്ദ്രമിത്ര പ്രശസ്തനായ ഒരു ബംഗാളി നോവലിസ്റ്റ് ആയിരുന്നു. 1904 ജനിച്ച് 1988 മരിച്ച അദ്ദേഹം വളരെയധികം കഥകളും ലേഖനങ്ങളുമൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ക്യാരക്ടറാണ് ഘനത. നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുമ്പോഴേക്കും 1980, 90 കാലഘട്ടങ്ങളിലെ പല സിനിമകളും നമ്മൾ കാണിക്കുകയാണെങ്കിൽ മിക്കവാറും അത്തരം സിനിമകൾ, പ്രത്യേകിച്ച് ഗ്രാമ പശ്ചാത്തലത്തിലുള്ള സിനിമകളിൽ ചായക്കടകളിലും അവിടുത്തെ കള്ള് ഷാപ്പുകളിലുമൊക്കെ കാണിക്കുന്ന ഒരു കഥാപാത്രമുണ്ടാവും. പ്രത്യേകിച്ച് പട്ടാളത്തിൽ നിന്നും പെൻഷനായിട്ട് വന്നിരിക്കുന്ന, റിട്ടയറായി വന്നിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ചില പൊങ്ങച്ച കഥകളും മറ്റുമൊക്കെ സിനിമയിൽ തമാശയ്ക്ക് വേണ്ടി അവർ ചേർക്കാറുണ്ട്. അതായത് ഈ കഥാപാത്രം മിക്കവാറും ഇത്തരത്തിലുള്ള ചായക്കടകൾ അല്ലെങ്കിൽ കള്ളുഷാപ്പുകളിലുമൊക്കെ സ്ഥിരം പോയിരിക്കുകയും അവിടെയുള്ള മറ്റ് കഥാപാത്രങ്ങളുമായി തൻ്റെ പലപ്പോഴും പൊങ്ങച്ചകരപരമായിട്ടുള്ള ചില കഥകൾ, വീരവാദ കഥകൾ വിവരിക്കുകയും ചെയ്യാറുണ്ട്. കൂടിയിരിക്കുന്നവർക്ക് അറിയാം ഇയാൾ പറയുന്നത് മുഴുവൻ പലതും ഗ്യാസാണ്, പൊങ്ങച്ചമാണ് എന്നറിയാമെങ്കിലും കഥ കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട്, ഒരു താല്പര്യം കൊണ്ട് അവർ ഇദ്ദേഹത്തെ പരമാവധി സൽക്കരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിൽ നിന്ന് അത്തരം കഥകൾ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിനൊപ്പം ഇവർ ഇരിക്കുന്നത് നമ്മൾ കാണാം. പലപ്പോഴും സിനിമകളിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നത്. അത്തരത്തിലുള്ള ഒരു പൊങ്ങച്ച കഥാപാത്രത്തിനെയാണ് ഈ ഒരു പുസ്തകത്തിൽ പ്രേമേന്ദ്ര മിത്ര ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഘനത എന്ന ഈ ഒരു കഥാപാത്രം, ഇദ്ദേഹം കൽക്കട്ടയിലെ തിരക്കിൽ നിന്ന് മാറി, അതായത് അവിടുത്തെ പട്ടണത്തിൽ നിന്നും മാറി ഒതുങ്ങിയ ഒരു കോണിൽ നിൽക്കുന്ന ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിനോടൊപ്പം കുറേ യുവാക്കൾ താമസിക്കുന്നുണ്ട്. പലരും ജോലി അന്വേഷിക്കുന്നവരും ചെറിയ ജോലിക്ക് പോകുന്നതും വിദ്യാർത്ഥികളുമൊക്കെയാണ് ഈ ഒരു ഹോസ്റ്റലിൽ, അതായത് ആ ലോഡ്ജിലെ അന്തേവാസികൾ. അവർക്കൊപ്പം താമസിക്കുന്നതാണ് ഈ ഘനതയുടെ പ്രായം എത്രയെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു മധ്യവയസ്കനായ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നോ എന്താണ് അദ്ദേഹത്തിൻ്റെ വരുമാനമെന്നോ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹം ആ ലോഡ്ജിൽ താമസിക്കുന്നത് പൈസ സ്ഥിരമായി കൊടുക്കാറുണ്ടോ എന്നതൊന്നും കൃത്യമായിട്ട് അറിയില്ല. മാത്രമല്ല പലപ്പോഴും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സിഗരറ്റ് അല്ലെങ്കിൽ ഭക്ഷണം തുടങ്ങിയവയൊക്കെ അദ്ദേഹമെല്ലാം ഫ്രീ ആയി ഉപയോഗിക്കുകയാണ് എന്നൊരു വ്യംഗ്യം ഈ ഒരു പുസ്തകത്തിലുണ്ട്. അതായത് ഇദ്ദേഹം പൈസ കൊടുക്കാതെയാണ് ആ ഒരു സ്ഥാപനത്തിൽ താമസിക്കുന്നത് എന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ലോഡ്ജിലെ അന്തേവാസികളായ ചെറുപ്പക്കാർക്കൊക്കെ ഇദ്ദേഹത്തോടൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പം ഒരു പ്രായമുള്ള വ്യക്തിയാണ് എന്നതുകൊണ്ട് മാത്രമല്ല, ഇദ്ദേഹം വളരെ രസകരമായിട്ടുള്ള കഥകൾ പറയും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലപ്പോഴും ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള പലഹാരങ്ങൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സിഗരറ്റ് തുടങ്ങിയവയൊക്കെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കും. അപ്പോൾ പലപ്പോഴും യുവാക്കൾ തമ്മിലുള്ള ചില കോൺവെർസേഷൻസിലൊക്കെ ഇടയിൽ ഇദ്ദേഹം കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെതായ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഇദ്ദേഹം ഒരു കഥ പറയുകയാണ്. എൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു, ഈ ഒരു സംഭവത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ ഞാൻ ഇടപെട്ടിരുന്നു എന്ന രീതിയിൽ തുടങ്ങി ഇദ്ദേഹം ഒരു കഥയിലേക്ക് കിടക്കുകയാണ്. കഥയിൽ മിക്കവാറും മനസ്സിലാകുന്നത് ഇദ്ദേഹം ആർമിയിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആർമിയിൽ സീക്രട്ട് മിഷൻസിനൊക്കെ പോയിരുന്ന വ്യക്തിയാണ്. അങ്ങനെ പല സാഹസികമായ സാഹചര്യങ്ങളിലും ഇദ്ദേഹം ഇടപെടുകയും അതിലെല്ലാം വിജയശ്രീലാളിതനായി സക്സസ്ഫുള്ളായിട്ട് അദ്ദേഹം തിരിച്ചു വന്നു എന്നതുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പല കഥകളിലും. പക്ഷേ അത് പലതും, ഇതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രേമേന്ദ്ര മിത്രയുടെ ഒരു നോളജ് അതായത് അദ്ദേഹത്തിൻ്റെ ജനറൽ നോളജ് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാവും. കാരണം പലപ്പോഴും കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള പല സംഭവങ്ങളെയും കോർത്തിണക്കിയാണ് ഈ ഫിക്ഷനും നോൺ ഫിക്ഷനും കൂടെ ചേർത്ത് മനോഹരമായ രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ കഥകൾ മെനഞ്ഞിരിക്കുന്നത്. അതായത് ഘനത ഇടപെടുന്ന പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിൽ ഘനത പങ്കാളിയായിരുന്നു എന്ന് അദ്ദേഹം കഥകളിലൂടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ പല സ്റ്റോറീസാണ്. ഓരോ സ്റ്റോറിയിലും ഘനത ഇവർക്കൊപ്പം, ഈ കുട്ടികൾക്കൊപ്പം ആ ലോഡ്ജിലെ ഒരു ദിവസം പെട്ടെന്ന് കഥ പറയാൻ തുടങ്ങുകയും എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഥ പറയാൻ തുടങ്ങുകയും അതൊരു കഥയിലേക്ക് കിടക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഈ സ്റ്റോറിയിലെല്ലാം. വളരെ രസകരമായിട്ട് വായിച്ചു പോകാവുന്ന കഥകളാണ് ഇതിലെല്ലാം.
ഇതിലെ കഥകൾ തുടങ്ങിയത് 1945 മറ്റോ ആണ് ആദ്യത്തെ കഥയായിട്ടുള്ള കൊതുക് എന്ന ഒരു കഥ പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം വളരെയധികം കഥകൾ, കനദായുടേതായിട്ടുള്ള കഥകൾ പ്രേമേന്ദ്രമിത്ര പുറത്തിറക്കുകയുണ്ടായി. 1940 മുതൽ 50 60 കനദായുടെ പല കഥകളും അദ്ദേഹം പുറത്തിറക്കി. അവയുടെ ഒരു ക്രോഡീകരണമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ എൻ്റെ കോമ്പൈലേഷനാണ് ഈ ഒരു പുസ്തകം. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. ഇത് ഞാനൊരു പുസ്തക മേളയിൽ നിന്നുമാണ് ഞാൻ ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്തത്. ഇതാണ് ഈ ഒരു പുസ്തകത്തെപ്പറ്റി പറയാനുള്ളത്. വളരെ രസകരമായിട്ടുള്ള വായിച്ചു പോകാവുന്ന പുസ്തകമാണ്. അതായത് ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് യങ് അഡൽട്ട്സിന് തൊട്ട് പ്രായമുള്ള ആളുകൾക്കുമൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. അതായത് യൂത്തിനും ടീനേജേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. വളരെ മനോഹരമായൊരു സാഹിത്യപരമായ ഘടനയാണ് ഈ പുസ്തകത്തിൻ്റെ. ഈ ഒരു പുസ്തകത്തിനോട് സമാനമായിട്ടുള്ള ഒരു പ്ലോട്ട് ലൈൻ, അതൊരു മെയിൻ പ്ലോട്ട് ലൈൻ ഫോളോ ചെയ്യുന്നതാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ബ്രിഗേഡിയർ കഥകൾ. മലയാറ്റൂർ രാമകൃഷ്ണനെ പറ്റി ഒരുപക്ഷെ സാഹിത്യ കുതികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതിപ്രശസ്തമായിട്ടുള്ള യക്ഷി എന്ന മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ടുള്ള യക്ഷിയുടെ കഥ എഴുതിയത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ആ യക്ഷി കൂടാതെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള യന്ത്രം, വേരുകൾ തുടങ്ങിയ IAS സർവീസ് സ്റ്റോറി തുടങ്ങി അനേകം രചനകൾ മലയാറ്റൂരിൻ്റേതായിട്ടുണ്ട്. അദ്ദേഹം ബഹുമുഖ പ്രതിഭയായിരുന്നു. അദ്ദേഹം IAS ഓഫീസറായിരുന്നു, കളക്ടർ, സബ് കളക്ടർ, വലിയ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചെയർമാൻ, അങ്ങനെയൊക്കെയുള്ള വളരെ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്നതിനൊപ്പം തന്നെ സാഹിത്യപരമായും വലിയൊരു ഔട്ട്പുട്ട് തന്നിട്ടുള്ള വ്യക്തിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അധികം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രചനകളായിട്ടുള്ള യന്ത്രം, വേരുകൾ തുടങ്ങിയവയൊക്കെ വളരെ പ്രശസ്തമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം, ബ്രിഗേഡിയർ കഥകൾ എന്ന പുസ്തകം, ഒരുപക്ഷെ ഇന്ന് അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പുസ്തകമാണ്, അധികം ആരും അറിയാത്തൊരു പുസ്തകമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, അദ്ദേഹം, എനിക്ക് തോന്നുന്നത് ഇത് വളരെ എൻജോയ് ചെയ്ത് എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്, ബ്രിഗേഡിയർ കഥകൾ എന്ന പുസ്തകം. അപ്പോൾ ഇത് എൻ്റെ ഒരു ബലമായ സംശയം, ഒരുപക്ഷെ എൻ്റെ സംശയമായിരിക്കാം, ഈ ഖനദായുടെ സാഹസങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടായിരിക്കണം അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതിയത്. കാരണം ആ ഒരു പുസ്തകത്തിലെ പോലൊരു ക്യാരക്ടറാണ് ഇതിൽ വരുന്ന ബ്രിഗേഡിയർ വിജയൻ മേനോൻ. ബ്രിഗേഡിയർ വിജയൻ മേനോൻ ഖനദായെ പോലെ തന്നെ പക്ഷേ ഇതിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് പറയുന്നുണ്ട്. അതായത് ബ്രിഗേഡിയറായിട്ട് ഇന്ത്യൻ ആർമിയിൽ നിന്നും റിട്ടയർ ചെയ്ത വ്യക്തിയാണ് വിജയൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ ചില ബഡായി കഥകളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീക്കെൻ ശൈലിയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീക്കെൻ്റെതായിട്ടുള്ള കുറച്ചൊരു അഡൽട്ട് ലെവൽ ശൈലി. അതായത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം പോലെ ഒരു കുട്ടികൾക്കോ മറ്റോ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ബ്രിഗേഡിയർ കഥകൾ. കുറച്ചും ഒരു അഡൽട്ട്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അഡൽട്ട് ജോക്സ് വളരെയധികമുള്ള ഒരു രസകരമായ ഒരു പുസ്തകമാണിത്, ഈ ബ്രിഗേഡിയർ കഥകൾ. അപ്പോൾ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ വിജയൻ മേനോൻ ട്രിവാൻഡ്രമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ലൊക്കേഷൻ. തിരുവനന്തപുരം ക്ലബ്, അതായത് അനന്തപുരം ക്ലബ്, നമ്മുടെ ട്രിവാൻഡ്രം ക്ലബിൻ്റെ ഹോസ്റ്റൽ, അവിടെയുള്ള ഒരു റൂമിലാണ് ഇദ്ദേഹത്തിൻ്റെ താമസം. ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1980-കളാണ്. 1985 മുതൽ 90 വരെ ഇടയ്ക്കുള്ളൊരു കാലഘട്ടമാണ് ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ അനന്തപുരം ക്ലബിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രിഗേഡിയർ വിജയൻ. അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഒരു ബാച്ചലറാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നു. അദ്ദേഹത്തിന് ബന്ധുക്കളോ ഒന്നും ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഇതിൽ മലയാറ്റൂർ. അദ്ദേഹം സ്വയം ഈ കഥയിൽ വരുന്നുണ്ട്. അതായത് മലയാറ്റൂർ രാമകൃഷ്ണനായിട്ട് തന്നെ ഈ കഥയിൽ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ട്രിവാൻഡ്രം ക്ലബിലേക്ക് പോവുകയും ചീട്ട് കളിക്കാനും മദ്യസേവയ്ക്കും മറ്റുമായിട്ടൊക്കെ അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബിലേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിന് മറ്റ് 2 സുഹൃത്തുക്കളുണ്ട്. ഒരു അഡ്വക്കേറ്റ് നടേശൻ എന്ന വ്യക്തി, വക്കീൽ നടേശൻ, പിന്നെ പ്ലാന്ററായിട്ടുള്ള പൗലോ, കൂടാതെ വിജയൻ മേനോൻ. ഇവരുടെ കൂട്ടത്തിലേക്കാണ് വിജയൻ മേനോൻ വരുന്നത്. അതായത് പ്ലാന്റർ പൗലോയും നടേശനും മലയാറ്റൂരും അടങ്ങുന്ന ആ ഒരു സുഹൃത്തുക്കളുടെ ഒരു ഇടയിലേക്ക് വിജയൻ മേനോൻ എന്ന പുതിയ കേന്ദ്ര കഥാപാത്രം വരികയാണ്. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അതിനുശേഷം ഇവർ തമ്മിലുണ്ടാകുന്ന കോൺവെർസേഷൻസിനിടയ്ക്ക് പെട്ടെന്ന് വിജയൻ മേനോൻ ചില റെമിനിസൻസിലേക്ക് പോവുകയാണ്. അദ്ദേഹം ചില മുൻകാല സംഭവങ്ങളിലേക്ക് പോവുകയും പിന്നീട് അദ്ദേഹം ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ നേരത്തെ ഞാൻ പറഞ്ഞ പ്രേമേന്ദ്രമിത്രയുടെ കഥകൾ പോലെ തന്നെ, ഖനദായുടെ കഥകൾ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അതായത് നടന്നിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളിലേക്കായിട്ടും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ കഥകൾ വരുന്നത്. അതായത് ഇതിലെ കഥാപാത്രം അത്തരത്തിലുള്ള പ്രധാനമായ പല സംഭവങ്ങളിൽ ഇൻവോൾവ് ആവുകയും അന്നത്തെ പ്രധാനമായ പല ചരിത്ര സംഭവങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ കീ പേഴ്സൺസായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു എന്ന രീതിയിലാണ് അദ്ദേഹം കഥകൾ പറയുന്നത്. ഈ വീരവാദ കഥകളാകാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതിനൊന്നും മിണ്ടുന്നില്ല. കാരണം അവർക്ക് വിജയൻ മേനോനോടൊരു സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ബെഡായി കഥകളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ദേഷ്യപ്പെടുപ്പിക്കാതെ പരമാവധി അദ്ദേഹത്തെ എൻകറേജ് ചെയ്ത്, അതായത് അദ്ദേഹത്തിന് മദ്യം വാങ്ങിച്ചു കൊടുക്കുകയും മറ്റും ചെയ്ത് എൻകറേജ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് കഥകൾ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ രസകരമായ അനേകം കഥകൾ പല ഇതിനകത്ത് വിജയൻ മേനോൻ്റെതായിട്ടുള്ളവർ, അതായത് എല്ലാ കഥകളും ബ്രിഗേഡിയറും എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെയുള്ള ഒരു ടൈറ്റിലാണ് അതിലെല്ലാം വരുന്നത്. അതായത് ബ്രിഗേഡിയറും ചാരസുന്ദരിയും ബ്രിഗേഡിയറും ചിക്കൻ ഹട്ടും അങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള ബ്രിഗേഡിയർ ഇടപെടുന്ന പല സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രധാന ഒരു ഘടന എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള എല്ലാ കഥകളിലും ഒന്നുകിൽ ബ്രിഗേഡിയർ ഒരു സംഭവത്തിൽ ഇടപെടുന്ന വഴി ഒരു സ്ത്രീയുമായിട്ട് ഇടപെടുകയും അവരുമായിട്ട് ലൈംഗിക വീഴ്ചകൾ നടത്തുകയും മറ്റും ചെയ്യുന്നതാണ് ഇതിലെ പല കഥകളിലുള്ള ഇതിവൃത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ഒരു അഡൽട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അഡൽട്ട് ഓഡിയൻസിനായിരിക്കും ഇത് കൂടുതൽ രസിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ ബുക്കിന് ഇന്നത്തെ അത്രയും പോപ്പുലാരിറ്റി കിട്ടുന്നത്. കാരണം ഒരു ജനറൽ ഓഡിയൻസിലേക്ക് ഇത് എത്താത്തതിൻ്റെ പ്രധാനമായ കാരണം അതുകൊണ്ടായിരിക്കും. ഇത് പ്രത്യേകിച്ച് ഒരു അഡൽട്ട് ഓഡിയൻസിനെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു വീക്കെൻഡ് ശൈലി എന്ന് ഞാൻ പറഞ്ഞതുപോലെ വളരെ ഒരു സെക്സിസ്റ്റ് ആയിട്ടുള്ള, അല്പം ഒരുപക്ഷെ ഇന്നത്തെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരം കഥകൾ ഒരുപക്ഷെ ആളുകൾക്ക് എന്തുമാത്രം രസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ആ കഥകളുടെ ഒരു എഴുതിയിരിക്കുന്ന വളരെ രസകരമായ രീതിയിലാണ്, വളരെ ഫാസ്റ്റ് പേസ്ഡാണ് ഇതിനകത്താണ് കഥകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. വളരെ രസകരമായി വായിച്ചു പോകാവുന്ന ഓരോ കഥകളുമാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾ, അത് ബ്രിഗേഡിയർ കഥകൾ രസകരമാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് തിരുവനന്തപുരമാണ് ഇതിൻ്റെ പ്രധാനമായ സ്ഥലം. അവിടെ നിന്നുകൊണ്ട് നടക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൂടാതെ ഖനതായുടെ സാഹസങ്ങൾ, അതായത് ബംഗാളിയിൽ നിന്നും ഒരുപക്ഷെ കേരളത്തിൽ നിന്നും അതിനെ ഇൻസ്പയർഡായി പ്രമേന്ദ്ര മിത്രയുടെ കഥകൾ ഇൻസ്പയർഡായി ഇത്ര ഒരു മനോഹരമായ ഒരു പുസ്തകം വന്നു എന്നത് തന്നെ വളരെ നല്ല ഒരു കാര്യമാണ്. ഇത് DC ബുക്സാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനിപ്പോൾ എഡിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബ്രിഗേഡിയർ കഥകൾക്ക്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും വായിച്ച് നോക്കുക. അതുപോലെ തന്നെ പ്രമേന്ദ്ര മിത്രയുടെ ഖനതായുടെ സാഹസങ്ങൾ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു പുസ്തകവും രണ്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഒന്ന് നോക്കുക. താങ്ക് യു.